ക്ഷേത്ര പരിസരത്തെ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂറും കാവിക്കൊടിയും സൈനികനടക്കം 25 പേർക്കെതിരെ കേസ്. ഓരോ ഭാരതീയനും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാചകം അവിടെ എഴുതി വെച്ചതാണോ ഈ അടിമകളെ ഹാലിളക്കിയത്, അതോ കാവിക്കൊടി കണ്ടതിനോ? അങ്ങനെയാണെങ്കിൽ അവിടെ ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ഒരു ചെഗുവേരയുടെ ഫോട്ടോയും കാവിക്കൊടിക്ക് പകരം അരിവാൾ സുറ്റിക നക്ഷത്രം പതിച്ച ഒരു സുവർണ്ണ കൊടിയും വെച്ചാൽ ഓക്കെയാണോ? മതേതരന്മാരെ, അമ്പലത്തിലെ പരിപാടിക്ക് കാവിക്കൊടി അല്ലാതെ പിന്നെ ഏത് കൊടിയാടോ വെക്കേണ്ടത്? നോർത്തിലൊക്കെ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ അങ്ങോട്ട് നോക്കി കുരയ്ക്കുന്ന ചാവാലി പട്ടികളെ രാജ്യസ്നേഹം വിളിച്ചോതുന്ന രീതിയിൽ ഒരു പൂക്കളം ഇട്ടതിന് പോലീസ് കേസെടുക്കുന്ന രീതിയിലേക്ക് ഈ നാടിനെ എത്തിച്ചിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഉളുപ്പില്ലേടാ നിങ്ങൾക്ക്? ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലുമില്ലാത്ത ഒരു പാർട്ടി പത്രം ഉപയോഗിച്ച് വിഷം തുപ്പുന്ന ഈ രീതിയിലുള്ള വർഗീയത ഛർദ്ദിച്ചിട്ട് രാജ്യത്തെ സ്നേഹിക്കുന്ന ബാക്കിയുള്ളവരെ വർഗീയവാദികൾ എന്ന് വിളിക്കാൻ ഉളുപ്പില്ലേടാ നിങ്ങൾക്ക്? ഛത്തീസ്ഗഡിൽ ഈയിടയ്ക്ക് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കാര്യമറിയാതെ പട്ടി ഷോ നടത്തിയ നിങ്ങൾക്ക് അതിന്റെ തൊട്ടടുത്ത ദിനങ്ങളിൽ ഇങ്ങ് കേരളത്തിൽ മതം മാറ്റത്തെ ചൊല്ലി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാതിരിക്കാൻ എന്താ വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയായിരുന്നു? ഏറ്റവും പുതിയതായി നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള പോലീസിന്റെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് ഒരു വാക്ക് നിങ്ങൾ മിണ്ടിയിട്ടുണ്ടോ? ഈ നെറികേട് നടക്കുന്നത് വല്ല നോർത്തിലുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇറങ്ങിക്കാണുമല്ലോ കീറക്കൊടിയും പിടിച്ച് സമരത്തിന്. യഥാർത്ഥത്തിൽ രാജ്യത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കാപട്യം മനസ്സിലാക്കുന്ന ജനങ്ങൾ ഇവിടെ അധികമാകാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ വർഷങ്ങളായി അടിമകളായി നിൽക്കുന്ന നിങ്ങൾ അസ്വസ്ഥരാകുന്നു. അവരെ എതിർക്കാൻ വേറൊരു മാർഗവും കാണാത്ത സ്ഥിതിക്ക് വർഗീയതയുടെ മേലാപ്പെടുത്ത് ചാർത്തി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ സുഖമായി ജീവിക്കാമെന്ന് കരുതുന്നു. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു അടിമകളെ. ആട്ടി ഓടിക്കപ്പെടുന്ന ദിനം വിദൂരമല്ല എന്ന് കരുതിയാൽ നന്ന്.